വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ബന്താവൂർ. ഇന്ന് രണ്ട് കാര്യങ്ങളാണ് പങ്കുവെക്കാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. ഒന്നാമത്തെ കാര്യം, ആ വാൽപ്പാറ ദുരന്തത്തിൽ മരണപ്പെട്ട ഒരു അധ്യാപകരെ കുറിച്ചൊരു വാർത്തയിൽ വല്ലാതെ സങ്കടപ്പെടുത്തിയൊരു കാര്യമാണ്. കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു അധ്യാപകൻ, മജീദ് മാസ്റ്റർ എന്ന പേരുള്ള അധ്യാപകൻ. ആ അധ്യാപകൻ്റെ ഒരു മരണവാർത്ത, അധ്യാപകൻ്റെ കൂടെ എപ്പോഴും കൈപ്പിടിക്കാനായിരുന്ന ഒരു ഭാര്യ റുഖിയ, മരണത്തിലും അവരങ്ങനെ തന്നെയാണ് കൈപ്പിടിച്ചെന്നുള്ളതാണ്. അള്ളാഹു അവരുടെ ആരാധനകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ, സ്വർഗം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വല്ലാത്തൊരു സങ്കടം തോന്നിയത്, അവരൊരു പുതിയ വീട് നിർമ്മിച്ചത് ഇപ്പോൾ ഈ പെരുന്നാൾക്കാണത്രേ ഹൗസ് വാമിങ് കഴിഞ്ഞ്, പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് 2 മാസം കൂടി ആയിട്ടില്ല. അതിനു മുൻപേ ആ ഒരു പുതിയ വീട്ടിൽ താമസിച്ച് കൊതി തീരും മുൻപാണ് രണ്ടും കൈപ്പിടിച്ച് ഒന്നിച്ചൊരു യാത്ര പോകുന്നു. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്കൊരു യാത്രയാകുന്നുള്ളത് എന്തുമാത്രം സങ്കടപ്പെടുന്നുണ്ടാവും റബ്ബേ ആ ഒരു നാട്ടുകാരും. അവിടുത്തെ കുട്ടികളൊക്കെ പറഞ്ഞാൽ ഇത്രയും നല്ലൊരു മാഷ്. കാരണം കണ്ണിന് കാഴ്ചയില്ലെങ്കിലും കുട്ടികളോട് കഥകൾ പറഞ്ഞു കൊടുത്ത്, പാട്ടുകൾ പാടി, സ്കൂളിലെ ശാസ്ത്രോത്സവത്തിന് എല്ലാത്തിനും മുൻപന്തിയിലെ മാഷിന്. ടൂർ സംഘടിപ്പിക്കാനും ഈ മാഷാണ്. എത്രായിരം ജനങ്ങളാണ് റബ്ബേ ഒരു നോക്ക് കാണാൻ വേണ്ടി, ആളുകളെ മുഴുവനും കാണാൻ വേണ്ടിയിട്ട് ആ സ്കൂളിലേക്ക് എത്തിയത്. അള്ളാഹു ആ മരണപ്പെട്ട എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ഈ ഒരു മജീദ് മാഷിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിന് അറിയുന്ന ആളുകൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇതാണ്. ഏത് ടൈമിനും അവരുടെ കൂടെ അവരുടെ ഭാര്യ ഫുൾ ടൈമും മാഷ കെയർ ചെയ്തുകൊണ്ടും, അവരൊരു സിസ്റ്ററുണ്ട്, അവരെ കെയർ ചെയ്തുകൊണ്ടും മാഷ ഭാര്യ കൂടെ ഉണ്ടായിരുന്നു. ഇവർ നല്ല ഒരു ഫാമിലി തന്നെയായിരുന്നു. അവർ ഭയങ്കര വിഷമമുണ്ട് ഈ കാര്യത്തിൽ സംഭവിച്ചില്ല. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ്. 2 പേര് എവിടേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ കാണുന്നുണ്ട്, ഇവരിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ, റോട്ടിലൂടെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ 2 പേരും ഒരുമിച്ച് എപ്പോഴും അവരെ കൈ പിടിച്ചിട്ട് അവരുടെ വൈഫ് റുക്കിയ കൂടെ ഉണ്ടാവും. അവരില്ലാതെ കഴിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് കാഴ്ചയുടെ പ്രശ്നങ്ങളുണ്ടല്ലോ. എപ്പോൾ നോക്കുമ്പോൾ അവർ ഒരുമിച്ചാണ് പുറത്തേക്ക് നമ്മൾ കാണാറുള്ളത്. മാഷിന്റെ സഹോദരിമാർക്ക് കാഴ്ച ഇല്ലെന്ന് പറഞ്ഞാലും എത്ര പേർക്ക് അങ്ങനെ? 2 പേർക്ക്. ഒരാൾ ടീച്ചറായിട്ട് തന്നെ ഉണ്ട്, മൂപ്പരെ താഴുള്ളത്. ഒരാൾക്ക് പിന്നെ തീരെ കാഴ്ചശക്തി ഇല്ല. പിന്നെ ബാക്കിയുള്ള 2-3 ആൾക്കാർക്കൊന്നും വലിയ കുഴപ്പങ്ങളില്ല. ഭയങ്കര സങ്കടമായി. മക്കളുമില്ല. മക്കളുമില്ല. ഈ സ്കൂളിലെ എല്ലാ കുട്ടികളോടും നിങ്ങൾ എൻ്റെ മക്കളാണ് എന്ന രീതിയിലാണ് മാഷ് പറഞ്ഞത്. അവർ കണ്ടില്ല. അപ്പോൾ നമ്മൾ അവിടെ തന്നെ കണ്ടില്ല, കുട്ടികളൊക്കെ ഒരുപാട് കരഞ്ഞ് കണ്ട മാഷെടുത്ത് മുഖം കണ്ടിട്ട് തന്നെ കരഞ്ഞു പോകണ കുട്ടികളെ നമ്മളവിടെ കണ്ടല്ലോ. എന്നാലും ഭയങ്കര വിഷമം ഞങ്ങളുടെ നാട്ടിലുള്ളവർക്കും. ഇപ്പോൾ അവിടെ ഇവർ വന്ന് സെറ്റായിട്ടുള്ള ഇപ്പോൾ ഹൗസ് വാമിങ്ങൊക്കെ ഞങ്ങളൊക്കെ പങ്കെടുത്താണ് ഇവിടെ ഇവരുടെ പരിപാടിക്കൊക്കെ. പക്ഷെ എന്താ ചെയ്യുക, നമ്മൾ ദൈവത്തിൻ്റെ നമുക്കൊരിക്കലും തിരുത്താൻ കഴിയില്ലോ. അവർക്ക് നിശ്ചയിച്ചൊരു ടൈമുണ്ട്. എന്താ ചെയ്യുക? ഒരു വല്ലാത്തൊരു സങ്കടമായി പോയില്ലേ. നമ്മൾ എത്രയോ മരണ വാർത്തകൾ കേൾക്കുന്ന തരത്തിൽ ദുരന്തങ്ങൾ നമ്മൾ അറിയലുണ്ട്. പക്ഷേ നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും ആ മുഖങ്ങനെ വരും തന്നെ. ആ ഒരു 9 പേരുടെ, അതിൽ അധ്യാപകരുണ്ട്, നോൺ സ്റ്റാഫുണ്ട്, ആ കുട്ടികളുണ്ട്. നമ്മുടെ ഓരോ യാത്രയും അള്ളാഹുവിൻ്റെ കാവലുണ്ടാവണേ നമ്മൾ ദുആ ചെയ്യുക. അതോടൊപ്പം രണ്ടാമതൊരു കാര്യം പറയാനുള്ളത്, ഇന്നലെ നമ്മൾ കഅബയെക്കുറിച്ചൊരു വീഡിയോ പറഞ്ഞു. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു ഞങ്ങൾ കേൾക്കാത്ത പുതിയൊരു അറിവാണ് സാറ് പറഞ്ഞു തന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷമായി. കാരണം നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് ഒരു അറിവെങ്കിലും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, അത് നിങ്ങൾക്കൊരു ഗുണമായാൽ പടച്ച റബ്ബിൻ്റെ മുൻപിൽ എനിക്കൊരു പ്രതിഫലം കിട്ടുമല്ലോ എന്ന് ഓർത്തു. അപ്പോൾ ഞാൻ ചെറിയൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടോ, ഈ വീഡിയോയിൽ വിശുദ്ധ കഅബയുടെ ഒരു വീഡിയോ ആണ്. വിശുദ്ധ കഅബക്ക് എത്ര വാതിലുണ്ട് എന്ന് വെച്ചാൽ നമുക്കറിയാം, ഒരു വാതിലാണ്. പക്ഷേ വിശുദ്ധ കഅബക്ക് 2 വാതിലുണ്ടായിരുന്നു. ആ 2ാമത്തെ വാതിലിൻ്റെ സ്ഥാനമാണ് നമ്മൾ ഈ കാണുന്നത്. വിശുദ്ധ കഅബക്ക് 2 വാതിലുണ്ടെന്നാണ് പലരും വിശ്വസിക്കൂല. കാരണം നമ്മൾ കാണുന്ന വിശുദ്ധ കഅബൻ്റെ വാതിൽ ഒരു സ്വർണ്ണത്തിൻ്റെ ഒരു വാതിലുണ്ട്. ആ വാതിലിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് കയറുക, പിന്നെ അതിൽ കൂടെ അങ്ങനെ തിരിച്ചിറങ്ങുക. എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ കഅബ ഉണ്ടാക്കുമ്പോൾ കഅബക്ക് ഉള്ളിലേക്ക് കയറാനൊരു വാതിൽ, തിരിച്ചിറങ്ങാൻ വേറൊരു വാതിൽ, ഇങ്ങനെ 2 വാതിലോട് കൂടിയാണ് ഈ കഅബ നിർമ്മിച്ചത്. നൂറ്റാണ്ടുകളോളം അത് അങ്ങനെ തന്നെയായിരുന്നു. ആ കഅബക്ക് 2 വാതിലുണ്ടായിരുന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു യങ്ങായൊരു സമയത്ത്, യുവാവാകുന്നൊരു സമയത്ത് കഅബൻ്റെ ചില ഭാഗങ്ങൾക്ക് തീപിടുത്തം ഉണ്ടാവുകയും കഅബ ഒന്ന് പുനർനിർമ്മിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ആ സമയത്താണ് കഅബൻ്റെ ഒരു വാതിൽ ക്ലോസ് ചെയ്തു. ഇപ്പോൾ കണ്ടില്ല, അവിടെ ഫുൾ ചുമരാണ്, അതങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഒരൊറ്റ വാതിൽ മാത്രമായി. ആ വാതിൽ ആദ്യം തറനിരപ്പിൽ നിന്ന് സാധാരണ ഒരു വീട്ടിൻ്റെ വാതിൽ എങ്ങനെ ഉണ്ടാവുമോ അത്രമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവരെന്ത് ചെയ്തു, ഈ ഖുറൈശികൾ ഒരുപാട് ഉയരത്തിൽ, നമുക്ക് ആ ഒരു വാതിലിനുള്ളിലേക്ക് കയറണമെങ്കിൽ തന്നെ വേറെ കോണി വെക്കണം. ആ അവസ്ഥയിലേക്ക് ലേശം ഉയരത്തിലാണ് ആ ഒരു ഡോറ് വെച്ചത്. അങ്ങനെ കഅബക്ക് ഒരൊറ്റ വാതിൽ മാത്രമാക്കി. എന്നിട്ട് 2ാമത് അവർ ക്ലോസ് ചെയ്തു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ എങ്ങനെയാണോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ നിർമ്മിച്ചത് അതേ സ്ട്രക്ചറിൽ തന്നെ കഅബ ഒന്ന് പുനർനിർമ്മിച്ചാലോ എന്നൊരു ആലോചന നബിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ നബി അത് ചെയ്തില്ല. പക്ഷേ ഈ ആലോചന എല്ലാവരും നബി പങ്കുവച്ചിരുന്നു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യുവാവായ ഒരു കാലത്ത് കഅബക്ക് തീ പിടിച്ചപ്പോൾ കഅബക്ക് ഒരു പുനർനിർമ്മാണം നടന്നല്ലോ. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന കഅബനേക്കാൾ ഒന്ന് ചെറുതാക്കിയിട്ടാണ് ആ കഅബ നിർമ്മിച്ചത്. കുറച്ച് ഭാഗം ഹിജ്ർ ഇസ്മായിലിൻ്റെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ മാറ്റി നിർത്തിയത് കാണാം. അതും കൂടി ഉൾപ്പെടുന്നതായിരുന്നു കഅബ ഉണ്ടായിരുന്നത്. പിന്നീട് 4 ഖലീഫമാരുടെ ഭരണകാലത്ത്, അതായത് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഈ 4 ഖലീഫമാരുടെ ഭരണകാലത്തും
കഅബ അങ്ങനെ തന്നെ ആ വാതിൽ ക്ലോസ് ചെയ്തൊരവസ്ഥയിലായിരുന്നു. പിന്നീട് മക്കയിൽ ഭയങ്കര, അതായത് ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ ഭയങ്കര ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടായി. ഭരിക്കുന്നത് ഉമയ്യ രാജവംശമാണെങ്കിലും സുബൈർ റളിയല്ലാഹു, അതായത് ഹബീബായ നബിയുടെ അമ്മായിയുടെ മകനായ സുബൈർ റളിയല്ലാഹുവിനുണ്ട്. അദ്ദേഹത്തിനൊരു മകനുണ്ടായിരുന്നു ഇബ്നു സുബൈർ എന്നുള്ള ഒരു പുലിക്കുട്ടി. അദ്ദേഹം മക്കയുടെ ഭരണാധികാരം പിടിച്ചെടുത്തു. അപ്പം അദ്ദേഹം തീരുമാനിച്ചു നബിക്ക് ഇഷ്ടം ഉണ്ടായിരുന്നതുപോലെ ഈ കഅബയുടെ രണ്ടാമത്തെ വാതിൽ പുനർനിർമ്മിക്കാൻ. അങ്ങനെ അദ്ദേഹം ഈ കഅബക്ക് എന്ത് ചെയ്തു, രണ്ടാമതൊരു വാതിൽ വെച്ചു. അതായത് ഇത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തും ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തും കഅബ നിർമ്മിക്കുമുണ്ടായിരുന്നത് എങ്ങനെയാണോ അതേപോലെ ഒരു വാതിൽ കൂടി നിർമ്മിച്ചു. അങ്ങനെ അദ്ദേഹം കുറച്ചു കാലമൊക്കെ നാട് ഭരിച്ചു. പിന്നീട് അദ്ദേഹത്തിന് ആ ഒരു റിബൽ ഭരണാധികാരിയായിരുന്ന ഇബ്നു സുബൈർ റളിയല്ലാഹു എന്ന അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹുവിനെ തോൽപ്പിച്ചത് ഹജ്ജാജ് ഇബ്നു യൂസഫ് എന്നു പേരുള്ള ഉമയ്യ ഭരണാധികാരിയുടെ ഒരു ഗവർണറാണ്. അദ്ദേഹം ഈ കഅബയൊക്കെ തകർത്തു, കഅബയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ തകർത്തിരുന്നു. അങ്ങനെ പിന്നീട് ആ കഅബക്കുള്ളിൽ വെച്ചിട്ടാണ് ഇബ്നു സുബൈർ റളിയല്ലാഹു അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത്. ആ കൊലപാതകം കഴിഞ്ഞ് മക്ക മുഴുവനായിട്ട് ഈ ഹജ്ജാജ് യൂസഫ് കീഴ്പ്പെടുത്തിയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, പഴയതുപോലെ തന്നെ ആ ഡോർ അടച്ചു. ആ ഡോർ ഒക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് കല്ല് വെച്ച് അടച്ചിട്ട് പഴയതുപോലെ ആക്കി മാറ്റി. ഒരു ഡോറ് മാത്രമാക്കി. പിന്നീട് ഇന്ന് വരെ ഒരു ഭരണാധികാരിയും ഈ കഅബക്ക് രണ്ടാമതൊരു ഡോറ് വെക്കാൻ ശ്രമിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പഴയതുപോലെ കഅബ ഒന്ന് പുനർനിർമ്മിക്കണം എന്നുള്ളത്. പക്ഷെ ആരും പിന്നീട് കഅബയെ പുനർനിർമ്മിച്ചിട്ടില്ല. ഇപ്പം അടുത്ത് പോലും ദിവസങ്ങൾക്ക് പോലും കഅബയുടെ ഭാഗത്ത് പുനർനിർമ്മാണമല്ല, ഒരറ്റകുറ്റപ്പണികൾ നടത്തി അതൊക്കെ അതിൻ്റെ ചുമരുകളൊക്കെ വൃത്തിയാക്കി വാർണിഷടിച്ചു നന്നാക്കി എന്നല്ലാതെ കഅബ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഉണ്ടാക്കിയ ആ സ്ട്രക്ചറിൽ പിന്നീട് ആരും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു അറിവ്, ഈ കഅബക്ക് രണ്ട് വാതിലുണ്ടായിരുന്നു, ഒരു വാതിൽ ക്ലോസ് ചെയ്ത വാതിൽ പിന്നീട് ഒരു ഭരണാധികാരി വെച്ചതാണെന്നും അത് പിന്നീട് അദ്ദേഹത്തെ തോൽപ്പിച്ചപ്പോൾ അത് വീണ്ടും ക്ലോസ് ചെയ്തിട്ട് ഇന്നേ വരെ ആ കഅബയുടെ വാതിൽ പുനർനിർമ്മിച്ചിട്ടില്ല എന്നൊരു കാര്യം അറിയാത്ത ആളുകളുണ്ടായിരിക്കാം, അറിഞ്ഞ ആളുകളുണ്ടായിരിക്കാം. ഈ ഒരു വിവരം ആദ്യമായിട്ട് അറിയുന്ന ആളുകളാണെങ്കിൽ താഴെ വിവരം ഒന്ന് മെൻഷൻ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇൻഷാ അല്ലാഹ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ, ഇപ്പോൾ ഹജ്ജിൻ്റെ ഒരു സമയമാണല്ലോ, ഒരുപാട് പേര് ഹജ്ജിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞ് സന്തോഷം. അള്ളാഹു അവരുടെയൊക്കെ നമ്മുടെയൊക്കെ ഹജ്ജും ഉംറയും ഒക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ, മഖബൂലും മബ്റൂറുമായിട്ട് അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരു പ്രയാസവും ഇല്ലാതെ നന്നായിട്ട് നല്ല ആരോഗ്യത്തോടെ അള്ളാഹു സ്വീകരിക്കുന്ന രീതിയിൽ ഹജ്ജ് ഉംറയൊക്കെ ചെയ്ത് വരാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഓരോ ദിവസവും ഹജ്ജിനെ കുറിച്ചോ അല്ലെങ്കിൽ ഹജ്ജിൻ്റെ പ്രതീകങ്ങളായ അവിടെയുള്ള എന്തെങ്കിലും ഒരു വസ്തുക്കളെ കുറിച്ചോ ചെറിയ ഓരോ കാര്യങ്ങൾ പഠിച്ചാൽ നമുക്കതൊരു വലിയ മുതൽക്കൂട്ടാണ്. നിങ്ങളുടെ പിന്തുണ ഉണ്ടാവണം. അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.